ഹലോ, നമുക്കിന്ന് ചക്കക്കുരു ഉണക്കച്ചെമ്മീനും തോരൻ വെച്ചാലോ? കുറച്ച് ചക്കക്കുരു എൻ്റെ ഓഫീസിലൊരു പെൺകുട്ടി എനിക്ക് കുറച്ച് നല്ല പഴുത്ത വരിക്കച്ചക്കയും പിന്നെ പച്ചച്ചക്കയും കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾ 2 പ്രാവശ്യമായി എനിക്കിപ്പോൾ കൊണ്ടുതരുന്നത്. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സാധനമാണ് ചക്ക. അപ്പോൾ അങ്ങനെ അതിൻ്റെ ചക്കക്കുരു കുറച്ച് ബാക്കി ഉണ്ടായിട്ടുണ്ടായി. ആ ചക്കക്കുരുവാണ് നമ്മളിന്ന് തോരൻ വെക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് വെക്കുന്നത് നമുക്ക് നോക്കാം. എൻ്റെതെല്ലാം വളരെ സിമ്പിളായിട്ടുള്ള പാചകങ്ങളായിരിക്കും. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടോ ഇല്ലയോ എന്നറിയില്ല, എന്നാലും എല്ലാവരും ഒന്ന് അഭിപ്രായം കൂടെ രേഖപ്പെടുത്തണം കേട്ടോ. അപ്പോൾ അതിനകത്ത് നമ്മൾ ആദ്യം ചക്കക്കുരു നല്ലപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ചെറുതായി അരിഞ്ഞ് അതിനകത്ത് മസാലപ്പൊടികൾ ചേർക്കണം. മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ചിക്കൻ മസാല, ഇതെല്ലാം കൂടെ ഉപ്പും കൂടെ ചേർത്തിട്ട് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് വേവിക്കാൻ വെക്കണം. അത് നന്നായി വെന്ത് വരുന്ന സമയത്ത് അതിനകത്തേക്ക് നമുക്കൊരു 1/2 സവാള, കുറച്ച് വെളുത്തുള്ളി, ഒരു 5-6 വെളുത്തുള്ളി അല്ലി, ഒരു 3 പച്ചമുളക്, പിന്നെ നമ്മൾ ഉണക്കച്ചെമ്മീൻ നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഈ ചക്കക്കുരുവിലേക്ക് ഇടണം. എന്നിട്ട് എല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ച് ചെറിയ തീയിൽ നന്നായി വേവിക്കുക. കുറച്ച് സമയം നന്നായി വെന്ത് വന്നതിന് ശേഷം ഒരു തേങ്ങ ചിരകിയത് കുറച്ച് എനിക്ക് തേങ്ങ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് ഞാനുള്ള തേങ്ങ അതിനകത്ത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ കുറച്ച് തേങ്ങ ചിരകിയതിട്ടിട്ട് പച്ച വെളിച്ചെണ്ണയും കൂടെ ചേർക്കുക. എന്നിട്ട് നന്നായി അടച്ച് വെച്ച് വേവിച്ച് വെള്ളം നന്നായി വറ്റി വരുന്നത് വരെ അടച്ച് വെക്കുക. എന്നിട്ട് കുറച്ച് വെന്ത് വന്ന് ഇളം ചൂടോട് കൂടിയിട്ട് നമ്മൾ കഴിച്ചാൽ ഭയങ്കര ടേസ്റ്റുള്ള സാധനം. നിങ്ങളിങ്ങനെ വെക്കുന്നുണ്ടോയെന്നൊന്ന് പറയണം കേട്ടോ. എല്ലാവരും ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ. അങ്ങനെ എല്ലാവർക്കും ശുഭരാത്രി, സുഖനിദ്ര.